ഇതാണ് നമ്മൾ കരിമീനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന തീറ്റയാണ്. ഇത് സാധാ മൈദയാണ്. സാധാ മൈദ നമ്മൾ കുഴച്ചെടുത്തേക്കാണ്. ഇതിനകത്ത് വേറെ ഒരു കൂട്ട് നമ്മൾ ചേർത്തിട്ടില്ല. സാധാരണ ആൾക്കാർ മൈദയുടെ കൂടെ മഞ്ഞൾപ്പൊടി ഇടും. ചിലവരാണെങ്കിൽ മുട്ട കലക്കി ഒഴിക്കും, ഒരു മുട്ട കലക്കി ഒഴിക്കും. നമ്മളിപ്പോൾ സാധാ മൈദ മാത്രമേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത്. മൈദ മാത്രം ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് മീനെ കിട്ടിയിട്ടുള്ളൂ, കരിമീനെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാ മൈദ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് നമ്മളിപ്പം കരിമീൻ തീറ്റ ഉരുട്ടുന്നത്. ഇത്രയും ചെറിയ തീറ്റയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു അമുക്കുക. നമ്മൾ തൊട്ടിലോട്ട് നമുക്കൊരു പരളിനെ കിട്ടിയിരിക്കുകയാണ്. കരിമീന് വരെ നമുക്കൊരു പരളിനെയാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല തിരക്കേടില്ലാത്തൊരു പരളാണ്. ഇത് ആറ്റിൽ നമ്മൾ ഇതിന് പറയുന്നത് പൂവാലി എന്ന് പറയും. പൂവാലി പരൽ എന്നാണ് പറയുന്നത്. തോട്ടിലൊക്കെ നമുക്ക് സാധാ പരലെന്ന് തന്നെ പറയും. നമുക്ക് ചെറിയൊരു കരിമീനെ അടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കയത്തിലോട്ടാണ് ഇപ്പോൾ നമ്മൾ എറിയാൻ പോകുന്നത്. ചൂണ്ട നല്ലോണം പൊക്കി എറിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു നല്ല കയത്തിലാണ് ഇപ്പോൾ പോയി വീണേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കരിമീനാണ്. കടിച്ച് കണ്ടോ, നല്ലൊരു ഇതാണ് നമ്മളിപ്പോൾ പിടിച്ചതാണ്. നല്ലൊരു മീനായിരുന്നു അടിച്ചത്. കട്ടളയായിരുന്നെന്ന് തോന്നുന്നു. ചൂണ്ട സ്റ്റിക്ക് മണ്ട ഒടിഞ്ഞു പോയിരിക്കുകയാണ്. മഴയായതുകൊണ്ട് നമുക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ചതമ്പൽ ഞങ്ങൾ കാണിക്കാം. ഇതാണ് സാധനത്തിൻ്റെ ചതമ്പൽ. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കട്ടളയാണ്. നല്ലോണം മൽപ്പിടുത്തം നടത്തി, പക്ഷേ കിട്ടിയില്ല. വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. മഴയായതുകൊണ്ട് നമുക്ക് ഫോണ് മഴയത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല വലിയായിരുന്നു വരച്ചത്. ഇതാണ് അതിൻ്റെ ചതമ്പിൽ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ടളയായിരുന്നത്. പോയി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഭാഗ്യമില്ലാതെപ്പോയി. ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീനാണ്. ഇത്ര 1 2 3 4 5 അത്യാവശ്യം വലുപ്പമുള്ളൊരു 5 കരിമീനെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെറുതാണ്. പിന്നൊരു 3-4 വള്ളത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി പരള. അപ്പം ഇപ്പോൾ കിട്ടിയത് ഇത്രയേ ഉള്ളൂ. ശരിയെങ്കിൽ